ആപതാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പക ആസനേ മണിമയേ വീരാസനേ സംസ്ഥിതം. അഗ്രേ വാജയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം. രാമം ഭജേ ശ്യാമളം. രാമായണ കഥാമൃതത്തിന്റെ 17ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മണോപദേശം തുടരുന്നു. രാമൻ തുടരുകയാണ്. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹമെന്നാമ്രേണിതം കലർന്നിടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വങ്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായോരു കാലം കായം വികാരിയായുള്ളോന്നിതധ്രുവം. ജീവിതത്തിൽ മനുഷ്യൻ പഠിക്കേണ്ട വലിയ പാഠങ്ങൾ വളരെ ലളിതമായി ഇവിടെ എഴുത്തച്ഛൻ വിശദമാക്കുന്നു. ഈ ശരീരമാണ് നമ്മൾ എന്നുള്ള ചിന്തയാണ് പലപ്പോഴും മനുഷ്യനെ അഹങ്കാരിയാക്കുന്നത്. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ നരേന്ദ്രനാണ് എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ മരണമെന്ന് പറയുന്ന കാലൻ നമ്മെ വരിഞ്ഞ് മുറുക്കും. മണ്ണിനടിയിൽപ്പെട്ട ശവശരീരങ്ങൾ പോലും കണ്ടെത്താതെ വയനാട് ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുന്നു. ജീവൻ പോയാൽ പിന്നെ നമ്മുടെ ശരീരത്തിന് എന്ത് വില? പഞ്ചഭൂതാത്മകമായ ഈ ശരീരം പഞ്ചഭൂതങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. അതുകൊണ്ട് ഈ ദേഹത്തെ നിമിത്തമാക്കിക്കൊണ്ടുള്ള മായാമോഹങ്ങൾ അരുത് എന്ന് രാമൻ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ അത്യാവശ്യമാണ്. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ. മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിയ നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാമാതാവാം അവിദ്യയാകുന്നതും. ദേഹമല്ലോർക്കിൽ ജ്ഞാനായതാത്മാവെന്ന് മോഹൈഹന്ത്രിയായുള്ളതു വിദ്യ കേൾ. സംസാരകാരിണിയായത് വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്ത ചേതസ ചെയ്ക വേണ്ടുന്നതും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേഹാഭിമാനം മൂലമുണ്ടായ മോഹം കൊണ്ടാണ് നീ ഇന്ന് ഈ ലോകത്തെ തന്നെ ദഹിപ്പിക്കാൻ പുറപ്പെട്ടത്. ലക്ഷ്മണ, അത് നിന്റെ അറിവില്ലായ്മ മൂലമാണ്. ദേഹാഭിമാനമുള്ളവർക്കാണ്
എല്ലാ ദോഷങ്ങളും വന്നു ഭവിക്കുന്നത്. ഈ ദേഹമാണ് ഞാനെന്ന് ചിന്തിക്കുന്നവർക്കാണ് സുഖവും ദുഃഖവും. അല്ലാത്തവരെ ഇതൊന്നും ബാധിക്കില്ല. ഞാൻ ദേഹമാണ് എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മോഹമാകുന്നത് അവിദ്യയാണ്, അറിവില്ലായ്മയാണ്. ഞാൻ ദേഹമല്ല ആത്മാവാണ് എന്ന് ഓർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മോഹൈഹഹന്ത്രിയാകുന്നത് വിദ്യയാണ് എന്നറിഞ്ഞാലും, മോഹൈഹഹന്ത്രി എന്നാൽ മോഹത്തെ നശിപ്പിക്കുന്നത് എന്ന് അർത്ഥം. ഈ സംസാരത്തിന് കാരണമാകുന്നത് അവിദ്യയാണ്. അവിദ്യ കാരണം, അറിവില്ലായ്മ കാരണം ഈ ലോകമാണ് സത്യമെന്ന് വിചാരിച്ച് എല്ലാവരും അതിൻ്റെ പിന്നാലെ, ഭോഗങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. സംസാരത്തെ നശ്വരമാണെന്ന്, നശിക്കുന്നതാണെന്ന് പറഞ്ഞു തരുന്നത് വിദ്യയാണ്. അതുകൊണ്ട് മോക്ഷം ആഗ്രഹിക്കുന്ന എല്ലാവരും ഏകാന്തതയോടുകൂടി വിദ്യാഭ്യാസം ചെയ്യണം. നമ്മൾ അഭ്യസിക്കുന്ന വിദ്യ അതിനുവേണ്ടി ആയിരിക്കണം. സാ വിദ്യ യാ വിമുക്തയെ, വിമോചനത്തിന് വേണ്ടിയുള്ളതായിരിക്കണം വിദ്യാഭ്യാസം. അത് ഇന്ന് കാണുന്നത് പോലെയുള്ള വിമോചന സമരങ്ങൾക്ക് വേണ്ടിയല്ല. വിമോചനം എന്തിൽ നിന്ന് എന്ന് നമ്മൾ ആലോചിക്കണം. കെട്ടുപാടുകളിൽ നിന്നുള്ള മോചനമാണ് വിദ്യ കൊണ്ട് ലഭിക്കേണ്ടത്. ഇന്നത്തെ അവസ്ഥ എന്താണ്? വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതോ ചിലർ. അതുകൊണ്ട് ഈ അറിവില്ലായ്മയെ ഇല്ലാതെയാക്കാൻ, ഈ അറിവില്ലായ്മയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനോടുമുള്ള കെട്ടുപാടുകളിൽ നിന്ന്, ഓരോന്നിനോടുമുള്ള ഒട്ടലിൽ നിന്ന്, അറ്റാച്ച്മെന്റിൽ നിന്നുള്ള വിടുതലാണ് വിദ്യാഭ്യാസം കൊണ്ട് നാം നേടേണ്ടത് എന്ന് മനസ്സിലാക്കണം. ഈ അറിവില്ലായ്മക്ക് കാരണം എന്താണ്? ലക്ഷ്മണന് സംഭവിച്ചതുപോലെ ഒരു കാര്യം കേൾക്കുമ്പോൾ അതിൻ്റെ വരും വരായികകൾ ചിന്തിക്കാതെയുള്ള ദേഷ്യമാണ്, ക്രോധമാണ് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾക്ക് കാരണമായി തീരുന്നത് എന്ന് നമ്മൾ എല്ലാവരും ഓർക്കണം. തത്ര കാമക്രോധലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറികടോ. മാതാ പിതൃഭാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതൂപുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജകർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം. വൈതരണ്യാഖ്യയാകുന്നത് തൃഷ്ണയും സന്തോഷമാകുന്നത് നന്ദനം വനം. സന്തതം ശാന്തിയെ കാമസുരഭികേൽ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. അപ്പോൾ ക്രോധമാണ് നമ്മുടെ എല്ലാ പൊട്ടിത്തെറികൾക്കും കാരണം. മോക്ഷത്തിന് വിഘ്നം നിൽക്കുന്നത് ഈ ക്രോധമാണ്, കോപമാണ്. ക്രോധം നിമിത്തം മാതാപിതാക്കന്മാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വധിക്കാൻ പോലും മടിക്കാത്ത മനുഷ്യനെ നമുക്കിന്ന് കാണാൻ സാധിക്കും. ക്രോധമാണ് മനസ്താപത്തിന് കാരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആ ക്രോധം മൂലം മനുഷ്യന് സംസാരവുമായി ബന്ധനമുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, സ്വന്തം കർമ്മത്തിന് നാശം സംഭവിക്കുന്നത് ഈ ക്രോധത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിമാന്മാരായുള്ള ആളുകൾ ക്രോധത്തെ പരിത്യജിക്കണം. ക്രോധം യമനാണ് എന്ന് സൂചിപ്പിക്കുന്നു. നരകത്തിലെ നദിയായിട്ടുള്ള വൈതരണിയാണ് തൃഷ്ണ എന്ന് പറയുന്നത്, ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാമ ക്രോധ ലോഭ മോഹങ്ങളാണ് ഒരു മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലക്ഷ്മണ ഇതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നീ ജീവിക്കണമെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ആ സന്തോഷം എന്ന് പറയുന്നത് നന്ദന വനമാകുന്നു എന്നിവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ട് ലക്ഷ്മണ നീ
ശാന്തിയെ ഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്രോധത്തെ ഉപേക്ഷിക്കണം. ക്രോധത്തെ ഉപേക്ഷിച്ച് ശാന്തിയെ, സമാധാനത്തെ ഭജിക്കുക. ഇവിടെ ഗീതാകാരനായിട്ടുള്ള സാക്ഷാൽ ജഗദ്ഗുരുവായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ പാർത്ഥന് നൽകുന്ന ഉപദേശവും ശ്രദ്ധേയമാണ് ഭഗവത്ഗീതയിലൂടെ. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ, ബുദ്ധിനാശാത് പ്രണശ്യതി. അവിടെയും പറയുന്നത് ക്രോധത്തിന് കാരണം കാമമാണ്. സംഗാത് സഞ്ജായതേ കാമഃ, കാമാത് ക്രോധോവിജായതേ. ഇപ്പോ സംഘത്തിൽ നിന്നും, ഒരു വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും നമുക്ക് കാമമുണ്ടാകുന്നു. ആ കാമത്തിൽ നിന്നും ക്രോധമുണ്ടാകുന്നു. ക്രോധത്തിൽ നിന്നും സമ്മോഹം. സമ്മോഹം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആരോട് എന്തു പറയണമെന്ന് അറിയാത്ത ഒരു അവസ്ഥ. സ്മൃതി വിഭ്രമം. സ്മൃതി വിഭ്രമത്തിൽ നിന്നും ബുദ്ധിനാശം. ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നശിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ലക്ഷ്മണോപദേശം വ്യക്തി വികാസത്തിന് എന്ന ഒരു തലക്കെട്ടോടുകൂടി നമ്മൾ ഈ പരമ്പര തുടർന്നു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ക്രോധത്തെ ഇല്ലാതെയാക്കി, അതുകൊണ്ട് ഈ ക്രോധത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട്, ക്രോധത്തെ മറന്നുകൊണ്ട് കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചുകൊള്ളണം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം യാതൊരു ഉപാധിയും കൂടാതെ, യാതൊരു ഫലേച്ഛയും കൂടാതെ ചെയ്യണം. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നാരായണായേതി സമർപ്പയാമി എന്ന ഭാവത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എല്ലാ ചിന്തകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ലക്ഷ്മണ ആനന്ദത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. ആ ആനന്ദത്തിന്റെ വഴിയിലേക്ക് നീ വരണം. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു വിഷയമല്ല. എന്റെ അവതാര ലക്ഷ്യം തന്നെ കാട്ടിലേക്ക് പോകാനും രാവണനെ വധിക്കാനുമാണ്. അതുകൊണ്ട് ലക്ഷ്മണ, ഇതിനെക്കുറിച്ചൊന്നും നീ ആലോചിക്കേണ്ട എന്ന് രാമൻ സൂചിപ്പിക്കുന്നു. ഈ ഒരു രാമായണത്തിലെ രാമൻ ലക്ഷ്മണന് നൽകുന്ന ഈ ഒരു ലക്ഷ്മണോപദേശം മാത്രം മതി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിൻ്റെ ലക്ഷ്മണോപദേശത്തിന്റെ അർത്ഥമറിഞ്ഞ് പഠിച്ചാൽ പിന്നെ നമ്മുടെ വ്യക്തിത്വ വികാസത്തിന് വേറെ പരിശീലനത്തിന്റെ ആവശ്യം ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ആ ലക്ഷ്മണോപദേശം നമ്മുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയാക്കിക്കൊണ്ട് ആ ലക്ഷ്മണോപദേശത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ യാതനകൾ പെട്ടെന്ന് ഇല്ലാതാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കാം. രാമായണ കഥാമൃതത്തിലൂടെ നാളെ ശ്രവിക്കാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവർക്കും നമസ്കാരം.